അലൈക്കും. അൽ അസ്ഹർ പബ്ലിക് സ്കൂളിൽ നടക്കുന്ന ലൈറ്റ് അപ്പോൺ ലൈറ്റ് എന്ന പരിപാടിയുടെ വർണ്ണാഭമായ നിമിഷത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കൊച്ചു കഥ പറയാം. ഇത് പൈങ്കിളി മാസികയിൽ വന്നിട്ടുള്ള പൊള്ളക്കഥയല്ലോ. ഇത് ലോകവിശുദ്ധ ഗ്രന്ഥമായ ഖുർആനിൽ പ്രചാപിച്ചിട്ടുള്ള ഭൂലോക ചക്രവർത്തി സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കഥയാണ്. ദാവൂദ് നബി അലൈഹിസ്സലാമിന് 12 മക്കളുണ്ടായിരുന്നു. അതിൽ പ്രശസ്തനും റസൂലും മഹാരാജാവുമായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം. 13-ാം വയസ്സിൽ ഭരണമേറ്റ അദ്ദേഹം പിന്നീട് ഭൂലോക ചക്രവർത്തിയായി. ദുരഭിമാനികളായ സേനാധിപതികളെ ഇസ്ലാം മതം സ്വീകരിക്കാനായിരുന്നു ലക്ഷ്യം. ഒരു ദിവസം സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹു തആലയോട് ദുആ ചെയ്തു, നല്ലൊരു മുഅ്ജിസത്ത് എനിക്ക് നൽകണമെന്ന്. അപ്പോൾ അല്ലാഹു തആല സുലൈമാൻ നബി അലൈഹിസ്സലാം നൽകിയ മുഅ്ജിസത്താണ് ജീവജാലങ്ങളോടും മനുഷ്യരോടും ജിന്നുകളോടും സംസാരിക്കുവാനുള്ള കഴിവ്. ഒരു ദിവസം സുലൈമാൻ നബി അലൈഹിസ്സലാം ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ ഹുദ്ഹുദ് എന്ന പക്ഷിയെ കണ്ടു. ഹുദ്ഹുദ് എന്ന പക്ഷി സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അല്ലയോ നബിയെ, ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തെ അടക്കി ഭരിക്കുന്ന ഒരു രാജ്ഞിയുണ്ട്. രാജ്ഞിയുടെ പേര് ബിൽക്കിസ് രാജ്ഞി. ആ രാജ്ഞിയുടെ സമുദായക്കാർ സൂര്യനെയാണ് ആരാധിക്കുന്നതും പറഞ്ഞു. അപ്പോൾ തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു കത്തെഴുതി, അള്ളാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുക, ശേഷം എന്റെ അടുത്തേക്ക് വരിക. ഹുദ്ഹുദ് പക്ഷി അത് ബിൽക്കിസ് രാജ്ഞിയെ ഏൽപ്പിച്ചു. ബിൽക്കിസ് രാജ്ഞി വായിച്ചു. ശേഷം സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അടുത്തോട്ട് വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നുകളോട് കൽപ്പിച്ചു. ജിന്നുകൾ പലതരമായ സ്വർണ്ണക്കല്ലുകൾ എടുത്ത് വിശാലമായ മൈതാനത്ത് ഒരു കൊട്ടാരം പണിഞ്ഞു. ശേഷം സുലൈമാൻ നബി അലൈഹിസ്സലാം ഭൂമിയിലെ വിവിധമായ ജീവജാലങ്ങളെ എല്ലാം മുന്നിൽ നിർത്തി. ശേഷം സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു സദസ്സിൽ ഇരുന്നപ്പോൾ ആലോചിച്ചു, ബിൽക്കിസ് രാജ്ഞിയുടെ സിംഹാസനം എങ്ങനെ ഇവിടെ എത്തിക്കും? അപ്പോൾ തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാം സദസ്സിനോട് ചോദിച്ചു, ആരിവിടെ ആദ്യം സിംഹാസനം എത്തിക്കും? അപ്പോൾ തന്നെ ജിന്നുകളുടെ വർഗത്തിൽപ്പെട്ട ഒരു ജിന്ന് എണീറ്റ് നിന്ന് പറഞ്ഞു, താങ്കളുടെ സിംഹാസനത്തിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പ് ഞാൻ ആ സിംഹാസനം ഇവിടെ എത്തിക്കാം. അപ്പോൾ തന്നെ ഒരു സ്വഹാബത്ത് എണീറ്റ് നിന്ന് പറഞ്ഞു, താങ്കൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞാൻ ആ സിംഹാസനം ഇവിടെ എത്തിക്കാം. അങ്ങനെ സിംഹാസനം എത്തി. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത് കൊണ്ട് ബിൽക്കിസ് രാജ്ഞി ഇസ്ലാം മതം സ്വീകരിച്ചു. കൂട്ടുകാരെ, പ്രവാചകഥകളിൽ ധാരാളം ഗുണപാഠങ്ങളുണ്ട്. നമ്മുടെ പ്രവാചകർ ഇസ്ലാമിലോട്ട് ധാരാളം പേരെ ക്ഷണിക്കാൻ ധാരാളം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. നമുക്ക് അല്ലാഹു തആല നൽകിയ ആരോഗ്യവും സമ്പത്തും രാജസ്ഥാനവും എല്ലാം ഒരു പരീക്ഷണമാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം ആഗ്രഹിച്ചത് ഇൽമാണ്. അതിനാൽ അല്ലാഹു തആല എല്ലാം സുലൈമാൻ നബി അലൈഹിസ്സലാമിന് നൽകി. ഇൽമ തേടുന്നവർക്ക് വിജയിക്കാം. അസ്സലാമു അലൈക്കും. ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ കൊച്ചു കഥ നിർത്തുന്നു.